മണിയാർ പദ്ധതി സഭയിൽ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല. മണിയാർ പദ്ധതി കരാർ നീട്ടി നൽകുന്നതിനെ സഭയിൽ അനുകൂലിച്ച് മുഖ്യമന്ത്രി. കാർബോറണ്ടം കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കട്ടെ, മിച്ച വൈദ്യുതി ഉണ്ടെങ്കിൽ KSEBിക്ക് നൽകട്ടെ എന്നും മുഖ്യമന്ത്രി. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. കാർബോറണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നതിൽ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിൽ ആശയഭിന്നത നിയമസഭയിൽ മറനീക്കി പുറത്തു വന്നത്. 30 വർഷത്തെ BOT കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബോറണ്ടം കമ്പനിക്ക് ഇനി പദ്ധതിയിൽ അവകാശമില്ലെന്ന നിലപാടാണ് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ പറയുകയുമുണ്ടായി. ഈ വിഷയത്തിൽ ജലവൈദ്യുതി കരാർ കാർബോറണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നുവെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ കരാർ റദ്ദാക്കണമെന്ന വൈദ്യുതി വകുപ്പിന്റെയും KSEBിയുടെയും നിലപാട് തള്ളിക്കൊണ്ടാണ് കരാർ നീട്ടാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി എന്നുള്ളതാണ് നിയമസഭയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള KSEB തീരുമാനം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബോറണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനുള്ള KSEB തീരുമാനം നിലനിൽക്കെയാണ് സർക്കാർ നയം അതല്ല എന്നുള്ള രീതിയിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. 12ഓളം ജലവൈദ്യുത കരാറിനെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണ് എന്നുള്ളതാണ് സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ വിഷയം സഭയിൽ ഓർമ്മിപ്പിക്കുന്നത്. കരാർ നീട്ടലിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ ആണ് പിന്നോട്ടില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി കൂടി വ്യക്തമാക്കുന്നത്. ഡിസംബർ 31-ന് കരാർ കാലാവധി തീർന്നതിനാൽ തുടർന്നുള്ള ഉൽപാദനത്തിന് ബില്ല് ഈടാക്കാൻ തീരുമാനിച്ച KSEBയും ഇതോടുകൂടി പെട്ടിരിക്കുകയാണ്. എന്നാലും രമേശ് ചെന്നിത്തലയാണ് വിഷയം സഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വാക്പോരും ചർച്ചയും ഈ വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ കാലാവധി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ സർക്കാരിന് തടസ്സമുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. വ്യവസായ മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും രണ്ട് നിലപാടാണ് ഇക്കാര്യത്തിലെന്നും രമേശ് ചെന്നിത്തല വിമർശിക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടക്കം കരാറിൽ വരെ സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യം കൂടി രമേശ് ചെന്നിത്തല ഈ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് ഈ സഭയിൽ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. കരാർ പുതുക്കലിനെ അനുകൂലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു എങ്കിലും സബ്മിഷൻ പൂർണ്ണമായും സമാധാനപരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. കാർബോറണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നുവെന്ന് നിയമസഭയിൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രി മണിയാർ ജലവൈദ്യുത കരാറുമായി ബന്ധപ്പെട്ട വിശദീകരണം വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.